നമ്മുടെ ജീവിതത്തിൽ പലരെ മോഡലാക്കി കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. ഞാനിത് പറയാൻ വന്ന കാര്യം, ഈ അടുത്ത് നമ്മൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു. ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. ആ ഡോക്ടർ പലർക്കും നല്ലൊരു മോഡലായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ന്യൂസും ഇതൊക്കെ കൂടി വായിച്ചപ്പോൾ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളില്ല. ഇതൊക്കെ സംഭവിച്ചിട്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആത്മഹത്യ തന്നെ ആണെങ്കിൽ അത് വല്ലാതെ ഒരു അലട്ടുന്ന ഒരു ചോദ്യമാണത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും യഥാർത്ഥമായ ദൈവസ്നേഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായൊരു ദൈവസ്നേഹമുണ്ടെങ്കിൽ, ഞാൻ ഒരു വലിയ തലത്തിലാണ് സംസാരിക്കുന്നത്, ചെറിയ കാര്യം പറയണ്ടെങ്കിൽ കേട്ടോ, ആത്മാർത്ഥമായൊരു ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അവൻ ആത്മഹത്യക്ക് തുനിയില്ല, ഒരു വ്യക്തി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, സെൽഫ് ലവ്. അവനവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ കാര്യം ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട രണ്ട് കാര്യമായി ഞാൻ കാണുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ, ഒന്ന് ദൈവസ്നേഹം, രണ്ട് സെൽഫ് ലവ്. അവനവനെ തന്നെ സ്നേഹിക്കുക. ഈ രണ്ട് കാര്യം നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ സക്സസ്സിലേക്ക് എത്തും. ലൈഫ് സക്സസ് എന്ന് പറയുന്നത് കുറേ കാശുണ്ടാക്കുക, പദവി ഉണ്ടാക്കുക, കുറേ കൂട്ടുകാരെ ഉണ്ടാക്കൽ മാത്രമല്ല, നമ്മൾ റിഗ്രറ്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് നമുക്ക് കോമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലൈഫ് സക്സസ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ, മുന്നോട്ട് നോക്കുമ്പോൾ, ഏതൊരു ബുദ്ധിമുട്ടും നമ്മളതിനെ ഒരു കോമയാക്കി മാറ്റി മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണം. അതിനുണ്ടാവേണ്ടത് ഒന്ന് യഥാർത്ഥമായ ദൈവസ്നേഹം, രണ്ട് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.